ഉള്ളത് വാൻകൂവർ എയർപോർട്ടിലാണ്. ഇവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും എളുപ്പം സ്കൈ ട്രെയിനാണ്. ഇവിടെ തൊട്ടടുത്താണ് ഈ നെക്സ്റ്റ് കാണുന്ന ബിൽഡിങ് സ്കൈ ട്രെയിനാണ്. സ്കൈ ട്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ ഡൗൺ ടൗണിലേക്ക് ഡയറക്റ്റ് സ്കൈ ട്രെയിനിൽ പോകാം. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനാണെങ്കിൽ സോൺ മാറി കയറാനായിട്ട് കണക്ഷൻസ് ഉണ്ട്. ബസ്സുകളുണ്ട്, പക്ഷേ ബസ്സുകളെക്കാളും കൂടുതൽ ഇവിടുന്ന് ഇൻസൈഡ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എളുപ്പം സ്കൈ ട്രെയിനാണ്. പിന്നെ മറ്റ് സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ട് ബസ്സിൽ പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. പൊതുവേ പറയുകയാണെങ്കിൽ ഇവിടുന്ന് വാൻകൂവർ ഇപ്പോൾ സിറ്റി കാണാനായിട്ട് ഫ്ലൈ ചെയ്ത് വന്നിരുന്ന ഒരാളാണെങ്കിൽ സ്കൈ ട്രെയിൻ എടുക്കുക, ഡൗൺ ടൗൺ പോവുക. ഡൗൺ ടൗണിൽ നിന്ന് ബസ്സുകൾ എല്ലാ ഡയറക്ഷനിലും ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്, അതായത് സൈറ്റ് സീയിങ് ബസ്. മേളിൽ ഡബിൾ ഡെക്കർ ആയിരിക്കും, മേളിൽ ഓപ്പൺ ആയിരിക്കും. പിന്നെ രണ്ട് സൈഡും നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ അവർ അത്യാവശ്യം നല്ല നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകൾ കവർ ചെയ്തിട്ടായിരിക്കും അവരുടെ ഒരു ഐറ്റിനറി. അപ്പോൾ അത് ഒരു സ്വന്തമായി വണ്ടിയില്ലാതെ വരുന്ന ഒരാൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്. അത് മിക്ക സിറ്റികളിലും ഉണ്ട്. ഇപ്പോൾ വാൻകൂവറിലാണെങ്കിൽ എനിക്കൊന്ന് ഡൗൺ ടൗണിലാണ് അതിൻ്റെ ഒരു പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഫുൾ ഡേ ആണെങ്കിലും ഒരു ഹാഫ് ഡേ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ കണ്ടു തീർക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ നല്ല കാലാവസ്ഥ, മഴയുള്ള ദിവസമാണെങ്കിൽ മേളിൽ റൂഫ് ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷേ പൊതുവേ സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ വാൻകൂവറിൻ്റെ ഇപ്പോൾ ഒരു വ്യത്യാസം, ഞാൻ 10 വർഷം മുന്നേ കണ്ട വാൻകൂവർ ഇപ്പോൾ ഉള്ള വാൻകൂവറിൻ്റെ ഒരു വ്യത്യാസം, നമ്മൾ കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ ഹോംലെസ് ആയിട്ടൊക്കെ വാൻകൂവറിലോട്ട് മൂവ് ചെയ്തു. കാരണം മറ്റു സ്ഥലങ്ങളിൽ തണുപ്പ് കൂടുതലായതുകൊണ്ട്, ഇവിടെ തണുപ്പ് കുറവായതുകൊണ്ട് ആളുകൾക്ക് പുറത്ത് ഹോംലെസ് എന്ന് പറയുമ്പോൾ ഒരു വീടില്ല, റോഡ് സൈഡുകളിലായിരിക്കും അവർ താമസിക്കുന്നത്. മിക്കവരും ടെൻറ്റ് അടിച്ചിട്ടായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ സിറ്റി തന്നെ അലൗ ചെയ്തു. കാരണം കോവിഡ് സമയത്ത് ഇവർക്ക് മറ്റു സ്ഥലങ്ങളിൽ പോയി താമസിക്കാൻ പറ്റില്ലാതെ വന്നപ്പോഴത്തേക്കും ഒരു സേഫ്റ്റി ആയിട്ട് ഇങ്ങോട്ട് വന്നു. പക്ഷേ കോവിഡിന് ശേഷം ആരും തിരികെ പോയില്ല, എല്ലാവരും ഇവിടെയൊക്കെ തന്നെയാണ്, കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പം വാൻകൂവറിൻ്റെ ഒരു മുഖച്ഛായ തന്നെ അത് മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് പണ്ട് നടക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നിയിരുന്ന സ്ട്രീറ്റുകൾ ഇപ്പം ആളുകളെല്ലാം നിലത്തോടെ ഇരിക്കുന്നു. അതിനകത്ത് അവർ ജങ്കീസ് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ഹോംലെസ് എന്നും പറയും, ജങ്കീസ് എന്ന് പറയും. ജങ്കീസ് എന്ന് വിളിക്കുന്നത് കൂടുതൽ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അഡിക്ഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവർ ഹോംലെസ് ആയതൊക്കെ. എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഒത്തിരി ആളുകൾ ക്രൗഡായപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വാൻകൂവറിൻ്റെ ചില സിറ്റിക്കകത്ത് ചില ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം തോന്നുന്നു. ഒന്നും അവരുടെ അവസ്ഥ കാണുമ്പോൾ ഉള്ള സങ്കടം. പിന്നെ ഇത്രയും നല്ല മനോഹരമായ ബ്യൂട്ടിഫുള്ളായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിക്കകത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ജനത, ഒരു ഫീലാണ്. നമുക്ക് ഭയങ്കര വ്യത്യാസം മനസ്സിലാവും. മലയാളികളൊക്കെ എന്താ സ്ഥിതി ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് വാൻകൂവർ സിറ്റിയിൽ പ്രത്യേകിച്ച്. ഇത് സബർബ്സ്, പല സബർബ്സാണ്. ഓൾ ഓവർ വാൻകൂവർ നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ ഒരുപാടുണ്ട്. ഇപ്പം 10 വർഷം മുന്നേ ഇത്രയും ഉണ്ടായിരുന്നില്ല. കൂടുതലും പ്രൊഫഷണൽ ജോബ്സിന് വന്നുകൊണ്ടിരുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഐ ടി നഴ്സിംഗ്, അങ്ങനെ എൻജിനീയറിങ്, അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞ് വന്നിരുന്നതാണ് കൂടുതലും. ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു 7 കൊല്ലം മുന്നേ ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരാൻ തുടങ്ങിയപ്പോൾ ഇത് ഡബിളായി. അതിപ്പം വർഷങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ, ഇതിപ്പോൾ മലയാളികൾ മാത്രമല്ല, പഞ്ചാബികളും ഇന്ത്യയിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുടെ ക്രൗഡ് ഒരുപാട് കൂടിയിട്ടുണ്ട്. മലയാളികൾ പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല നല്ല അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ വാൻകൂവർ പറയുകയാണെങ്കിൽ ഇവിടെ നല്ല സ്പോർട്സ് ക്ലബ്ബും റിക്രിയേഷൻ ക്ലബ്ബുകളും മലയാളി അസോസിയേഷനുകളൊക്കെ ഉണ്ട്. ഒരുപാട് കലാപരിപാടികളും വർഷം പല ഇവൻറ്റ്സ് നടത്താറുണ്ട്. ഇപ്പോൾ വടംവലി മത്സരമൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ടീമൊക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അത് ഒരു മലയാളം കൂട്ടായ്മ. അതുപോലെ അവർ ഒരുപാട് സഹായങ്ങളും പരസ്പരം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ പെട്ടുപോയൊരു സ്റ്റുഡൻസൊക്കെ പറ്റാവുന്ന ആൾക്കാരൊക്കെ സഹായിച്ച് എനിക്കറിയാം. ഈ മലയാളികൾക്ക് ഇനി ഇങ്ങോട്ട് വരുന്നതിൽ സ്കോപ്പുണ്ടോ? എന്താ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നിലവിൽ എനിക്ക് പേഴ്സണലി ഈ ഒരു കഴിഞ്ഞ ഒരു 5 വർഷത്തിനകത്ത് മനസ്സിലായൊരു കാര്യം, +2 കഴിഞ്ഞ് കയറി വരുന്ന ഒരുപാട് എണ്ണം കൂടി. അതായത് നാട്ടിൽ +2 ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബേസിക് കാര്യം ഇതായിരുന്നു. 2 ഇയർ സ്റ്റഡി പെർമിറ്റിൽ വന്നാൽ 3 ഇയർ വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പോൾ അതിനുള്ളിൽ PR ആകുക എന്നുള്ളൊരു സിസ്റ്റമായിരുന്നു. പക്ഷേ ഈ +2 കഴിഞ്ഞ് വരുന്നവർക്ക്
ഒരു എല്ലാവർക്കും നല്ല കുറേയധികം പേർക്കെങ്കിലും ഈ പി ആറിലോട്ട് അടുത്തെത്തുമ്പോഴത്തേക്കും പോയിൻറ്റ്സ് മീറ്റ് ചെയ്യാതെ വരുന്നു. അതിപ്പം ഡിഗ്രി ചെയ്തിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്നല്ല, അത് പോയിൻറ്റ് കൂടുകയും കുറയുന്ന സമയം അനുസരിച്ച് ഭാഗ്യം പോലെയും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ പ്ലസ് ടു മാത്രം പഠിച്ചിട്ട് വരുന്നവർക്ക് ഈ പോയിൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വളരെ കഷ്ടപ്പാടാണ്. അപ്പം അങ്ങനെ വന്ന് ഇപ്പം വിസ തീർന്നു. ഇപ്പം ഈ അടുത്ത് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, ടെമ്പററി ആയിട്ട് കാനഡയിൽ ടെമ്പററി റെസിഡൻസ് എന്നാണ് പറയുന്നത്. അത് പി ആർ ആവുന്നതിന് മുന്നേ ഉള്ള എല്ലാ വർക്ക് പെർമിറ്റ്, സ്റ്റഡി പെർമിറ്റ് അങ്ങനെയുള്ള എല്ലാം തന്നെ ടെമ്പററി വർക്ക് പെർമിറ്റ്, ടെമ്പററി വിസ എന്നാണ് പറയുന്നത്. അങ്ങനെ ടെമ്പററിയിലുള്ള എല്ലാ ആളുകൾക്കും പി ആർ ഇനി എല്ലാവർക്കും കിട്ടില്ല എന്നുള്ളത് ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഇത്രയും ലക്ഷം ഇപ്പം സ്റ്റുഡൻറ്റ് ലോണൊക്കെ എടുത്ത് ഇവിടെ വരുന്നവർ പി ആറിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ തിരിച്ചു പോകുകയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ കടബാധ്യതയായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സങ്കടകരമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേരുമുണ്ട്. അപ്പം ഈ പഠിത്തം കുറഞ്ഞ ലെവലിൽ വരുന്ന ആളുകൾ ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല, ഇപ്പോൾ ഒരു നഴ്സിംഗ് ഒക്കെ ചെയ്തവർക്കാണെങ്കിൽ ഇവിടെ വന്ന് അതിൻ്റേതായ ആഡ്-ഓൺസിൻ്റെ എൻക്ലെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ജോലിക്ക് കയറാൻ പറ്റും. എത്ര ലക്ഷം രൂപ വേണ്ടി വരും അവർക്ക് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ? സ്റ്റുഡൻ്റായിട്ട് വരുന്നതാണ്. അതെ, ആ ഓരോ യൂണിവേഴ്സിറ്റി, കോളേജുകൾ അങ്ങനെ രണ്ട് രീതിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ്, അതായത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കോഴ്സുകളും ആയിരിക്കും. അപ്പോൾ അതിന് സ്കോളർഷിപ്പിൽ വരുന്നതാണ് യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഈ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യക്കാരോട് അല്ലെങ്കിൽ കേരളീയരോടൊക്കെ എന്തെങ്കിലും പക്ഷപാതിത്വം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇപ്പോൾ? ഈ അടുത്ത കാലത്ത് കുറേശ്ശെ അങ്ങനെ തോന്നി തുടങ്ങി. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ഭയങ്കര വെൽക്കമിങ് ആണ്. പിന്നെ നമുക്കുണ്ടാക്കുന്ന ഇൻട്രാക്ഷൻസ്, നമ്മൾ ആൾക്കാരോട് പരിചയപ്പെടുന്നതും, ഇവിടുത്തെ ശരിക്കുമുള്ള ലോക്കൽ കനേഡിയൻസുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ വരുന്നു, നമ്മൾ കാര്യങ്ങൾ സഹായിക്കുന്നു, നമ്മുടെ കൾച്ചർ അറിയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഇത്രയും ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ അത് കുറച്ച് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കൂടുതലും അവരവരുടെ കമ്മ്യൂണിറ്റി, ഇപ്പോൾ മലയാളികളാണെങ്കിൽ മലയാളികൾ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ പഞ്ചാബികളാണ് പഞ്ചാബികൾ മാത്രമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് കാണുമ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ തെറ്റാവാം, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കനേഡിയൻസിന് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ആൾക്കാരുടെയും എല്ലാ ഭാഗത്തുനിന്ന് തിരിച്ച് കണ്ടു തുടങ്ങണം. ഇത്രയും ഇമിഗ്രൻസിൻ്റെ ഇവിടെ വേണ്ട, ഇവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ആയിട്ടുണ്ട്. അത് ഓൾറെഡി ഇപ്പം ഈ ടെമ്പററി റെസിഡൻസി പി ആറിലേക്ക് മാറാനായിട്ടുള്ള തടസ്സങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് ഗവൺമെൻറ് ഓൾറെഡി ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. എണ്ണം കൂടിയത് കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവർക്ക് ജോബ് വോയിസ് ആയിട്ട് ഇപ്പോൾ എങ്ങനെയാണ് സാലറിയുടെ ഒക്കെ ഒരു ഏകദേശ രൂപം പറയാൻ പറ്റുമോ? നമുക്കിപ്പോൾ ബേസിക് സാലറി എന്ന് പറയുന്നത് ഒരു മിനിമം വേജസ് ഉണ്ട്. അത് അവർലി ആണ് ഇവിടെ ഒരുവിധപ്പെട്ട ജോബുകളെല്ലാം അവർലി വേജസ് ആണ്. അപ്പോൾ അവർലി ഒരു മിനിമം $15, അത് ഓരോ സിറ്റി അനുസരിച്ചും കുറേശ്ശെ വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഐ തിങ്ക് 15 ആണോ 17 ആണോ, ഇത് രണ്ടിലൊരു $1 ഇപ്പോൾ ഏതൊരു ബേസിക് ജോബിന് പോയാലും ഏറ്റവും കുറവ് കിട്ടുന്നത്. പക്ഷേ ഈ ജോബുകൾ ചെയ്യാൻ ആൾക്കാരുടെ എണ്ണം കൂടി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതേ പോസ്റ്റിന് അതേ ക്വാളിഫിക്കേഷനോട് കൂടി അപ്ലൈ ചെയ്യണം. അപ്പം സർവൈവൽ ഓഫ് ദി ബെസ്റ്റ് എന്നുള്ള അവസ്ഥയാണ്. അത് തന്നെ ഇവിടെ ആയി തുടങ്ങി. നേരത്തെ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു, പാർട്ട് ടൈം കഴിഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോബിലേക്ക് മാറാനും എളുപ്പമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഒരു ജോബ് നമുക്ക് മാറി പുതിയ ജോബിലേക്ക് പോകാൻ പേടി, കാരണം അത് കിട്ടിയില്ലെങ്കിൽ ഇതും പോകുന്ന അവസ്ഥയാണ്. ഓപ്ഷൻസ് കുറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കൂടി. നമ്മുടെ കയ്യിൽ ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു സ്കിൽ സെറ്റോ ഉണ്ടെങ്കിൽ നമ്മളതിൽ കയറി പറ്റും. വേറെ ആൾക്കാരെ കിട്ടുമത്. താമസം ജോലി കിട്ടി താമസം വീണ്ടും ഈ കോവിഡിന് ശേഷം താമസത്തിൻ്റെ കാര്യം വെച്ചിട്ട് പ്രശ്നത്തിലാണ്. കാരണം പൊതുവെ റെൻറ്റ് ഭയങ്കര ഹൈ ആണ്. ഇപ്പം വാൻകൂവർ വിക്ടോറിയയുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലായിടത്തും കൂടിയെന്ന് തന്നെയാണ് എനിക്കറിയാവുന്നത്. പക്ഷേ ഇവിടെ വളരെയധികം കൂടി. അതായത് ഒരു മോർട്ട്ഗേജ് എടുക്കുക, അതായത് ഒരു ലോൺ എടുത്ത് വീട് അതിൻ്റെ EMI അടയ്ക്കുന്ന അല്ല ഇൻസ്റ്റാൾമെൻറ്റ്സ് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ മേളിലാണ് ഇപ്പോൾ റെൻറ്റ് വരുന്നത്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ്സും കാര്യങ്ങളും എല്ലാം. ഇപ്പം മൊത്തത്തിൽ ഇവിടെയുള്ള ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ എല്ലാം പ്രശ്നങ്ങളും അതിൽ ഇൻവോൾവ് ആണ്. പിന്നെ ഈ കോവിഡിൻ്റെ സമയത്ത് ഇത്രയും അപ്പാർട്ട്മെൻറ്റ്സും യൂണിറ്റ്സും ഈ വന്ന ആളുകളും ഇമിഗ്രൻസും ഇവിടുന്ന്
പ്രൊവിൻസുകളിൽ നിന്ന് മാറി വന്നവരും എല്ലാം ഒക്യുപ്പൈഡാണ്. അപ്പം ഒരു ഇൻഫ്ലേഷൻ അതിൻ്റെ തൊണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു $1000 ഒരു 1 ബെഡ്റൂം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അതേ 1000 ഇപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം ഇപ്പോൾ നിലവിൽ അതിപ്പോൾ പോകുന്നത് ചിലപ്പോൾ $2200-2500 അത് എന്ന് പറയുന്നത് ഒരാളുടെ ബേസിക് സാലറി വെച്ചിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വരുന്നതന്നെ നമുക്ക് ഒരു 1, 2, 3 പേര് ഷെയർ ചെയ്തിട്ടായിരിക്കും സ്റ്റുഡൻസൊക്കെ താമസിക്കുന്നത്. പക്ഷേ അത് അലോ ചെയ്യാത്ത സ്ഥലങ്ങളുമുണ്ട്. ഇപ്പം ചില അപ്പാർട്ട്മെൻറ്റ്സിൽ ഓക്യുപ്പൻസി ലിമിറ്റുണ്ട്, ഇപ്പോൾ 2 പേരേ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഒരു മാസം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരാഴ്ച ബൈ വീക്ക്ലി പേ ചെക്ക്. ഇവിടെ ഒരു സിസ്റ്റമാണ് ബൈ വീക്ക്ലി പേ ചെക്ക്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പേ ചെക്ക് വരും. നമുക്ക് മാസത്തിൽ 1 വരുന്നതിന് പകരം ഓൾട്ടർനേറ്റീവ് ഫ്രൈഡേയ്സ് പൈസ വരും. അപ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു നല്ല ശതമാനം തന്നെ റെൻറ്റും മറ്റ് എക്സ്പെൻസുകൾക്കും പോകും. അപ്പോൾ സേവിങ്സ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്ത് വന്നിട്ടുള്ള ലോൺ അടയ്ക്കാനും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം. ഈ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ആൾക്കാർ കൂടുതലും പ്രശ്നങ്ങൾ. ഇപ്പോൾ ചിലപ്പം 2 ജോബ് 3 ജോബൊക്കെ ചെയ്യാൻ നിർബന്ധിതരാവുക. കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സേവിങ്സ് ഇല്ല. ഒരു സാധാരണ ജോബ് ചെയ്യുന്ന ഒരാൾക്ക് സേവിങ്സ് ഉണ്ടാകാൻ ഭയങ്കര പാടാണ്. അതേസമയം ഇപ്പം മെച്ചമുള്ള പൈസ ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ഇപ്പം ഈ നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ പൈസ ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷേ ഒരു ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി എടുക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ആ ഒരു ലെവൽ ആകാൻ ഈ നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ഡോക്ടർ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ലോകരാജ്യങ്ങളിൽ എവിടെയാണ് ഇന്ത്യക്കാർക്ക് സ്കോപ്പ് കൂടുതലായിട്ട് ചേർന്ന് തോന്നുന്നത്? ഒന്നും കൂടി പറയൂ. അതായത് ഇപ്പം എഞ്ചിനീയേഴ്സിന്, ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക് ഇവർക്കൊക്കെ എവിടെ ചെന്നാലും നല്ല ഹൈ പേ കിട്ടും. അതെ. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു, ഇപ്പം നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ, മലയാളികൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തവരായിരിക്കുമല്ലോ കൂടുതലുണ്ടാവും. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഏത് രാജ്യമാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചേട്ടന് തോന്നുന്നു ഇന്ത്യക്കാർക്ക്? നിലവിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കമ്പാരിസൺ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് കേട്ടിടത്തോളം ഗൾഫ് കുറച്ച് ബെറ്ററാണ്. കാരണം ഒന്ന് ടാക്സിൻ്റെ വിധി. ഇവിടെ നമുക്ക് ഹൈ ടാക്സ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് BC എന്നൊക്കെ എന്ന് പറയുമ്പോൾ ഹൈ ടാക്സ് ആണ്. അത്രയും ടാക്സ് നമ്മൾ ഒരു വർഷം ഉണ്ടാക്കുന്ന പൈസ ഇത്ര ശതമാനം ടാക്സ് പോയി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ മിച്ചം വരുന്നത് വളരെ ചെറിയ എമൗണ്ടുകളേ ഉള്ളൂ. പക്ഷേ അതേസമയം ഇപ്പോൾ ഗൾഫ് അങ്ങനെയുള്ള കൺട്രികളിൽ പോകുമ്പോഴത്തേക്കും ഇത്രയും വലിയ പ്രൊഫഷണൽ അല്ലാത്ത ജോബുകൾ, പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാണിക്കുന്നതല്ല കേട്ടോ. ഇവിടെ എല്ലാ ജോബും റെസ്പെക്റ്റഡ് ആണ്. പക്ഷേ ഈ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനഫ് മണി, പൈസ, ജീവിക്കാനുള്ള പൈസ, സേവ് ചെയ്യാനുള്ള പൈസ രണ്ടും അത്യാവശ്യമാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഗൾഫാണ് ഏറ്റവും നല്ലത്? നമ്മളെ പഴയ എന്ന് പറഞ്ഞാൽ ഒന്ന് ടാക്സ് ഫ്രീ ആണ്. അപ്പം അവർ സമ്പാദിക്കുന്നവർക്ക് കൊണ്ടുവരാം. അതിന് നമ്മളിവിടെ പിടിച്ച് നിർത്തി പോകുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ട്, പെർമനൻറ്റ് റെസിഡൻസി ഉണ്ട്. ഗൾഫിൽ അതില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന പൈസ കൂടുതലും നമ്മൾ നാട്ടിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഇത്രയും എക്സ്പെൻസുകൾ കൊടുത്ത് ജീവിച്ച് പോകുമ്പോൾ ന്യായമായിട്ട് ഒരു വീട് മേടിക്കാനായിട്ട് ഒരു മോർഗേജ് എടുത്തു കഴിഞ്ഞാൽ 10-25 വർഷത്തേക്കാണല്ലോ ആ മോർഗേജ്. അത് അവരൊരു ജീവിതം ഇവിടെ ആയി. പിന്നെ ഒരിക്കലും നാട്ടിലേക്ക് പൈസ അയക്കാൻ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അയക്കാനുള്ള സാഹചര്യത്തിലേക്ക് മാറും. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഒരാളെ ഇവിടുത്തെ ഒരു പൗരനായിട്ട് കൺവേർട്ടായി പോവുക. പക്ഷേ ഗൾഫിലാകുമ്പോൾ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഒരു സർട്ടൻ നമ്പർ ഓഫ്, ഇപ്പോൾ ഗോൾഡൻ വിസയൊക്കെ വരുന്നതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു സർട്ടൻ നമ്പർ ഓഫ് വർഷം കഴിഞ്ഞ് റിട്ടയർ ആകുമ്പോൾ നാട്ടിൽ പോകാൻ ഒരു സ്വപ്നത്തിൽ കാണുന്ന ഒരു വീട് പണിയാൻ, അതൊന്നും ഇവിടെ നിന്നുകൊണ്ട് നമുക്കൊരു പൈസ നാട്ടിൽ കൊണ്ടുപോയി അവിടെ ഒരു വീട് വെക്കാനോ. നമ്മൾ ന്യൂസിൽ കാണുന്ന പോലെ, പേപ്പറിൽ വായിക്കുന്ന പോലെ ഇപ്പോൾ ഈ സിഖുകാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഗവൺമെൻറ്റിനുണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ വാസ്തവം? എന്താണ് അതിൻ്റെ? എനിക്ക് ഒത്തിരി ഡീറ്റെയിൽസ് അറിയില്ലെന്നല്ല. അത് പറയുന്നത് ശരിയാവത്തില്ല. കാരണം നമുക്ക് ഒത്തിരി പഞ്ചാബികൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്താണ് ഈ ഖലിസ്ഥാൻ പ്രശ്നമൊക്കെ വന്നപ്പോഴാണ് ഈ സിഖ് മതമായിട്ടുള്ള കാനഡ ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ എണ്ണം കൂടി. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ മലയാളികൾ കൂടുതലും ഗൾഫിൽ പോയിക്കൊണ്ടിരുന്ന പോലെ പഞ്ചാബിൽ നിന്നും ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് നോർത്ത് അമേരിക്കയാണ്, US കാനഡയാണ്. അപ്പോൾ അവർക്കൊരു സെക്കൻഡ് ഹോം എന്നുള്ള ഫീല് പണ്ട് മുതലേ ഉണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ 10 പേരാണ് വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇവർ ഓൾറെഡി 50 പേരാണ് പണ്ടേ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇത്രയും ഇമിഗ്രൻസും ഓവർഫ്ലോ ആകുന്ന സമയത്ത് പഞ്ചാബികളുടെ എണ്ണം അത്രയും തന്നെ കൂടുതലാണ്.
അതൊരു കുഴപ്പമാണെന്നല്ല പറയുന്നത്. ഇത്ര എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ഓരോ ഡിവിഷൻസ് വരും. അപ്പോൾ ചിലർക്ക് ഉള്ള ഐഡിയ വേറെ ആയിരിക്കും, അവർ ഇഷ്ടപ്പെടുന്നു. ഇപ്പം കേൾക്കുന്നതിൽ കുറേ വാസ്തവമുണ്ട് അർത്ഥം അല്ലേ? വാസ്തവമുണ്ട്. കാരണം ഇപ്പം നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ ഇപ്പോൾ തെറ്റും ശരിയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഇത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ള പോലെ അതിൻ്റെ അകത്തും ഉണ്ട്. അത്രയേ ഉള്ളൂ. അത് അവരുടെ വിശ്വാസങ്ങളാണ്, അവർ നോക്കി കാണുന്ന കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്.